അധികാരം കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ എല്ലാവരുടെയും സ്വഭാവമാണ്, പലരുടെയും സ്വഭാവമാണ്. എത്ര പേര് ഉപദ്രവിക്കാറുണ്ട്. പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ആ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരുത്തിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അവന് ഇടി കൊടുത്തിട്ട് അവന്റെ കരച്ചിൽ ഫോണിൽ കൂടി കേട്ടിരിക്കുന്ന ആളൊക്കെ ഉണ്ട്. കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക. ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷ ശ്രീമതി ഉമാ തോമസ് MLA, ഇവിടെ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും എന്നായ ശ്രീ രമേശ് തുഷാരടി, സിന്ധായി നയം പ്രതിനിധീകരിച്ചെത്തിയിട്ടുള്ള അതിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ജോൺ ജോഷി, ബഹുമാന്യായ ചെയർപേഴ്സൺ ശ്രീമതി രാധാമണി പിള്ള, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ സ്നേഹിതരെ, സഹോദരങ്ങളെ, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ട് കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ നൽകുന്ന ഒരു ചടങ്ങാണ്. നമുക്കെല്ലാം പ്രിയങ്കരായ PT തോമസ് എന്ന നാമധേയത്തിൽ ഫൗണ്ടേഷനാണ് MLAയുടെ നേതൃത്വത്തിൽ ഈ ഫൗണ്ടേഷന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഈ ഭവനത്തിന്റെ താക്കോൽദാന ചടങ്ങ് നടത്തുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഘടനകളുണ്ട്. നമ്മുടെ ചുറ്റുപാടുകൾ ഈ വലിയ ഭൂമിയിൽ സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാത്ത എത്ര ലക്ഷം ആളുകളുണ്ട്. നമ്മൾ പണ്ട് പറയും 6 അടി മണ്ണെന്നുള്ളത്. 6 അടി മണ്ണ് കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലായില്ലേ? സ്വന്തമായി അതുപോലും ഇല്ലാത്ത ലക്ഷക്കണക്കിന് മനുഷ്യരുള്ള നാടാണ് നമ്മുടെ ഈ കേരളത്തിൽ. രണ്ട്, ഇനി വീടുണ്ടായിട്ട് അല്ല, സ്ഥലം ഉണ്ടായിട്ട് അതിൽ 4 ചുവരുകളും മേൽക്കൂരയുമുള്ള ഒരു അഭയകേന്ദ്രം ഉണ്ടാക്കി കുഞ്ഞുങ്ങളെയും എല്ലാവരെയും ചേർത്ത് പിടിച്ച് താമസിക്കാൻ കഴിയാത്ത ഭവനരഹിതരായ ആളുകളുടെ എത്രയാണ്. പ്രായപൂർത്തിയായ മകനെ വിവാഹം കഴിച്ചയപ്പിക്കാൻ പാടുപെടുന്ന മാതാപിതാക്കളുടെ സങ്കടം എത്രയാണ്. ചിലപ്പോൾ ഇതൊക്കെ ഒന്ന് പതിയെ പതിയെ ശരിയായി വരുമ്പോഴായിരിക്കും ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയെ പോലെ മാരകമായ ഒരു രോഗം ആ കുടുംബത്തിലേക്ക് വരുന്നത്. ഇന്നത്തെ കാലത്താണ് രോഗം വന്നാലുള്ള സ്ഥിതി എന്താണ്? ഈ തലമുറ മാത്രമല്ല, അടുത്ത 2-3 തലമുറയെ കൂടി ബാധിക്കുന്ന തരത്തിലുള്ള ചെലവാണ്. ഞങ്ങളെല്ലാം ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ രാവിലെ മുതൽ നമ്മുടെ പ്രധാനപ്പെട്ട ജോലി കേരളത്തിലെ മുഴുവൻ ആശുപത്രികളിൽ വിളിച്ച് ബില്ല് കുറയ്ക്കുക എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ മാത്രം 7 ആശുപത്രിയിലാണ് വിളിച്ചത്. ഇന്നലെ മാത്രം 7 ലക്ഷക്കണക്കിന് രൂപയാണ് ആശുപത്രികളുടെ ബില്ലുകൾ വരുന്നത്. വീട് പണയപ്പെടുത്തിയാലും വീട് വിറ്റാലും പോലും തീരാത്തത്ര തുകയാണ് വരുന്നത്. ഇതൊക്കെ നമുക്ക് മാറി പറയാനൊക്കെ ആ വീട്ടിലെ കാര്യമാണ്. പക്ഷെ പൊതുപ്രവർത്തകരായ നമുക്കത് പറയാൻ പറ്റില്ല. പൊതുപ്രവർത്തകരായ നമുക്ക് അത് അവരുടെ വീട്ടിലെ കാര്യമില്ല, അത് നാടിന്റെ കാര്യമാണ്, നമ്മുടെ കാര്യമാണ്. അപ്പോ നല്ല സന്മനസ്സുള്ള ആളുകളെ കണ്ടെത്തി അവരെ കൊണ്ട് ഈ സങ്കടങ്ങൾ മാറ്റാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ശ്രമമാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, പറയാറുണ്ട്, എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം? സാമൂഹ്യ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവും എല്ലാം, രാഷ്ട്രീയ പ്രവർത്തനവും എല്ലാം ഒന്ന് തന്നെയാണ്. മനുഷ്യന്റെ സങ്കടങ്ങൾ മാറ്റാൻ, അവന്റെ കണ്ണീര് തുറയ്ക്കാൻ, അവന്റെ വിഷമങ്ങൾ മാറ്റാൻ, അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന തീക്ഷ്ണമായ യത്നത്തിന്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനം. പേരാകണം രാഷ്ട്രീയ പ്രവർത്തനം. അതാണ് പൊതുപ്രവർത്തനം. അതാകണം മാതൃക. നമുക്ക് ചേർത്ത് പിടിക്കണം. എത്ര പേര്, ഞാൻ പലപ്പോഴും ഈ നമ്മുടെ അധികാരം ആളുകളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ഏത് തരത്തിലുള്ള അധികാരമാണ്, ഏത് വാർഡ് കൗൺസിലർ മുതൽ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രി വരെയുള്ള അധികാരമാണ്. ഈ അധികാരം കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ എല്ലാവരുടെയും സ്വഭാവമാണ്, പലരുടെയും സ്വഭാവമാണ്. എത്ര പേര് ഉപദ്രവിക്കാറുണ്ട്. പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ആ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരുത്തിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അവന് ഇടി കൊടുത്തിട്ട് അവന്റെ കരച്ചിൽ ഫോണിൽ കൂടി കേട്ടിരിക്കുന്ന ആളൊക്കെ ഉണ്ട് പണ്ട്. അത് ആ കാലമൊക്കെ പോയി. നമുക്ക് രാത്രി അടക്കാൻ നേരത്തിന് എല്ലാ പൊതുപ്രവർത്തകരും ഇന്ന് എത്ര പേരെ ഉപദ്രവിച്ചു എന്നല്ല ആലോചിക്കുന്നത്, ഇന്ന് എത്ര പേരെ സഹായിച്ചു എന്ന് ആലോചിച്ച് അതിന്റെ സന്തോഷവുമായി സമാധാനമായി കടന്നിറങ്ങാൻ പറ്റുന്ന ഒരു കാലത്തേക്ക്
കേരളത്തിലെ പൊതുപ്രവർത്തനം കൊണ്ടുപോകും. അതിനൊക്കെയുള്ള ഓരോ സ്ഥലത്തും തെളിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കുകളാണ് ഈ പി ടി തോമസ് ഫൗണ്ടേഷൻ നടത്തുന്ന പോലത്തെ പരിപാടികൾ എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ എല്ലാവരും ചേർന്ന് അവരവരുടെ സ്ഥലങ്ങൾ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഞാൻ ഒരു കാര്യമായി സത്യസന്ധമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ പണം ഇതിനൊരു സ്വാഭാവികം. നിങ്ങൾ ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ സത്യസന്ധമായിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ ആ വീടിന് പണം തരാൻ ആള് വരും. ഇവിടെ ഒരു വീടാണ് ആദ്യം സിദ്ധായിത്തേക്ക് കൊടുത്തത്. ബിജു എന്റെ സ്നേഹിതനും എന്റെ ക്ലാസ്മേറ്റ് ഒക്കെയാണ്, കോളേജ് മേറ്റ് ഒക്കെയാണ് ബിജു. ഒരു വീടാണ്. രണ്ട് സഹോദരിമാര് എന്ന് പറഞ്ഞ രണ്ടാമത്തെ MLA ചെന്ന് പറഞ്ഞപ്പോ അല്ലെ ഒരു വീട് തരാതെ വരുന്ന ബിജു ജയിക്കുമ്പോൾ സിദ്ധായിത്തിന്റെ 2 വീടാക്കിയാലും കൊടുത്തു. 2 വീടാക്കി കൊടുത്തു. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഒരു നന്മയാണ്. പിന്നെ 2 കാര്യങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത്. നമ്മളൊരു ഡോളറിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുമ്പോൾ അത് അർഹതപ്പെട്ട ആളുടെ കയ്യിലാണ് എത്തുന്നത് എന്ന് അവർക്കൊരു ഉറപ്പുണ്ടാവും. അവർക്കൊരു സമാധാനം വേണമെങ്കിൽ നല്ല അർഹതയുള്ള ഒരാൾക്കാണ് കൊടുത്തത്. രണ്ടാമത് അവരൊരു 1000 രൂപ എന്നാൽ 1000 രൂപ ഈ ബെനിഫിഷ്യറിയുടെ അടുത്തെത്തും. ഇടയ്ക്കുള്ള കട്ട് പാടില്ല. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു 10 പേര് കൂടി ചിലപ്പോൾ പറയും, ചിലപ്പോ എന്താണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ 14 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ, 25 ലക്ഷം രൂപ. ഒരു 5 ചെറുപ്പക്കാർ സത്യസന്ധമായിട്ട് ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് വർക്ക് ചെയ്ത ജനങ്ങൾ നിങ്ങളുടെ പുറകെ കൊണ്ടുതരും, ആളുകൾ തരും, ആളുകൾ സഹായിക്കും. എത്രയോ നന്മ നിറഞ്ഞ കാഴ്ചകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഞാൻ ഉമാ തോമസിനെയും പി ടി തോമസ് ഫൗണ്ടേഷന്റെ പ്രവർത്തകരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു.